ടിൻറ്റുമോൻ്റെ ഒരു ദിവസമാണ് ഞാൻ നിങ്ങൾക്ക് മുന്നിൽ അവതരിപ്പിക്കുന്നത്. പതിപോലെ കിളികളുടെ കൊഞ്ചല് കേട്ടാണ് ടിൻറ്റുമോൻ എണീറ്റത്. ടിൻറ്റുമോൻ എണീറ്റപാടെ അടുക്കളയിൽ നിന്ന് കേട്ടു തീപ്പെട്ടി കത്തിക്കുന്ന ശബ്ദം. അടുത്തതായിട്ട് ടിൻറ്റുമോൻ കേട്ടത് തേങ്ങ ചുരണ്ടുന്ന ശബ്ദമായിരുന്നു. ചരണ്ടി ചിരട്ടയുടെ അടുത്തെത്തിയപ്പോൾ ശബ്ദ വ്യത്യാസം ഉണ്ടായി. പിന്നെ ഇത് മിക്സിയിലിട്ട് അടിക്കുന്ന ശബ്ദമാണ് ടിൻറ്റുമോൻ അടുക്കളയിൽ നിന്ന് കേട്ടത്. അപ്പോൾ ടിൻറ്റുമോൻ ഇമാജിൻ ചെയ്തു, ഈ മിക്സിക്ക് ഒരു പ്രത്യേക തരത്തിലുള്ള മിക്സി ആയിരുന്നെങ്കിൽ, അതായത് കുതിരവട്ടം പപ്പു, MS തൃപ്പൂണിത്തറ, മാമുക്കോയ ഇവരുടെ ശബ്ദം മിക്സായ മിക്സി ആയിരുന്നെങ്കിൽ ഈ മിക്സിയുടെ ടൂണിനൊരു ചേഞ്ച് സംഭവിക്കുന്നു. പിന്നെ ടിൻറ്റുമോന് ആ ശബ്ദങ്ങൾക്കൊന്നും ചെവി കൊടുക്കാതെ നേരെ TV ഓൺ ചെയ്തു. അപ്പോൾ അതിൽ സംഗീത ഉപകരണങ്ങളുടെ ശബ്ദങ്ങളായിരുന്നു. ആദ്യമായി ടിൻറ്റുമോൻ കേട്ടത് മൃദംഗമായിരുന്നു. പിന്നെ കേട്ടത് ഗിറ്റാറായിരുന്നു. പിന്നെ കേട്ടത് ഡ്രംസ് ആയിരുന്നു. പിന്നെ ടിൻറ്റുമോന് ചാനലൊന്ന് ചേഞ്ച് ചെയ്തു. അപ്പോൾ കലാമണിയുടെ വടക്കൂട്ട് പോവുമ്പോ മാവുമ്മ മാങ്ങ ഈ പാട്ടാണ് കേട്ടത്. അപ്പോൾ ഇത് കമുകർ പുരുഷോത്തമൻ പാടിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ടിൻറ്റുമോൻ ഇമാജിൻ ചെയ്തു. വടക്കോട്ടു പോവുമ്പോ മാവുമല് മാങ്ങ, ഞാൻ തെക്കോട്ടു പോവുമ്പോ മാവൊന്നു കണ്ടു, പൂളുമല് ചമപ്പുള്ള മാങ്ങ, ഇന്ന് എനിക്കിട്ടു വേണ്ടാടി തങ്കമണി. ഇതന്നെ ഒരു പള്ളിയിലച്ഛൻ പാടിയാൽ എങ്ങനെ ഉണ്ടാവുമെന്ന് ടിൻറ്റുമോൻ ഇമാജിൻ ചെയ്തു. വടക്കോട്ടു പോവുമ്പോ മ്യാവൂമ്മ മ്യാങ്ങ. അപ്പം അതൊരു നമ്പൂതിരിയാണെങ്കിൽ ഹൈ മാവൂമ്മ മാങ്ങ. അതൊരു മൊയിലിയരാണെങ്കിൽ അള്ളാ മൂച്ചിമ്മ മാങ്ങ. പിന്നെ ടിൻറ്റുമോന് ചാനലൊന്ന് ചേഞ്ച് ചെയ്തു. അപ്പോൾ MS തൃപ്പൂണിത്തറയും മധുവും തമ്മിലുള്ള ഒരു സിനിമയിലെ സംഭാഷണമായിരുന്നു. ശിവ ശിവ എല്ലിമുളം കാടുകളിൽ മലം കുറവാ. മലം കുറവാണെങ്കിൽ കുറച്ച് കൂടുതൽ തട്ടേണ്ടതുണ്ട്. അടുത്തായിട്ട് ചാനൽ ചെയ്തപ്പോൾ ലാലിൻ്റെ ശബ്ദമാണ് ടിൻറ്റുമോൻ കേട്ടത്. പിന്നെ ചേഞ്ച് ചെയ്തപ്പോൾ ശശി കലിംഗയുടെ ശബ്ദമാണ് ടിൻറ്റുമോൻ കേട്ടത്. പ്രാഞ്ചിയേട്ടനുണ്ടോ, പത്മശ്രീ ഉണ്ടോ, 1-2 കൊല്ലാം. പിന്നെ ടിൻറ്റുമോൻ വീണ്ടും ചാനൽ ചെയ്തു. അപ്പോൾ സ്റ്റാർ സ്പോർട്സ് ആണ് ഇട്ടത്. ക്രിക്കറ്റ് ദൈവം സച്ചിൻ ടെണ്ടുൽക്കർ അദ്ദേഹത്തിൻ്റെ വിടവാങ്ങൽ പ്രസംഗത്തിൽ നടത്തിയ ആ റീടെലികാസ്റ്റ് ടിൻറ്റുമോൻ ഒന്നുകൂടെ കേട്ടു. First of all, I thanks to my family. 24 years of my career. Such my career, my life is cricket. അടുത്തായിട്ട് ടിൻറ്റുമോൻ ഒരു ന്യൂസ് ചാനലാണ് വെച്ചത്. അപ്പോൾ ന്യൂസ് ചാനലിൽ മുൻ മുഖ്യമന്ത്രി ശ്രീ ഉമ്മൻചാണ്ടി ഭരണം പോയതിനെ കുറിച്ചിട്ട് ഒരു പാട്ടിലൂടെ പ്രതികരിക്കുന്നത് കേട്ടു. ശരിക്കും പറഞ്ഞാല് എന്നിലെ ഭരണത്തെ തകർത്ത പെണ്ണെ, എന്നെ മൊത്തത്തിൽ തുരത്തിയ കണ്ണേ, എന്നെ ഇല്ലാതാക്കിയ പെണ്ണെ. അടുത്തായിട്ട് ടിൻറ്റുമോന് ചാനലൊന്ന് വീണ്ടും ചേഞ്ച് ചെയ്തു. അപ്പോൾ ഒരു ടൈറ്റാനിക് ഫിലിമിൻ്റെ മലയാളത്തിലേക്ക് ഡബ് ചെയ്തതാണ് ടിൻറ്റുമോൻ കേട്ടത്. ജാക്ക്, നമുക്ക്
കപ്പലിന്റെ മുകളിലെ തട്ടിൽ പോയി താഴോട്ട് തുപ്പിക്കളിക്കാം. ആ റോസ് പറയുന്നത് വളരെ ഗൗരവമുള്ള കാര്യമാണ് മോളെ. നമുക്ക് കപ്പലിൻ്റെ മുകളിൽ പോയി താഴോട്ട് തുപ്പിക്കളിക്കാം. ജാക്ക്, എനിക്ക് തുപ്പാൻ പേടിയാണ്. നിന്റെ ജാക്കല്ലേ പറയുന്നത്, ഒന്ന് തുപ്പി നോക്ക് മോളെ. ഇതെന്താണ്, കാക്ക കരഞ്ഞതോ? അടുത്തായിട്ട് ഇന്ത്യയെ മൊത്തം ഞെട്ടിച്ച ആ ശബ്ദം ടിൻഡുമോനും കേട്ടു. मेरे प्यारे भारतवासियों, मैं पूछता हूं कि देश के उन्नमन के लिए मैं നോട്ട്ബന്ദി करता हूं. അടുത്തായിട്ട് ടിൻഡുമോൻ ഇത് കണ്ടുകൊണ്ടിരുന്നപ്പോൾ പെട്ടെന്ന് ചാനൽ ഒന്നുകൂടെ ചേഞ്ച് ചെയ്തു. അപ്പോൾ കേരളക്കരയാകെ ചാർലി പിടിച്ച 2 വർഷങ്ങൾക്ക് മുന്നേ ആ ശബ്ദം ടിൻഡുമോനും കേട്ടു. നിങ്ങളിപ്പോൾ താമസിക്കുന്ന മുറിയിൽ പണ്ട് പാർത്തിരുന്ന ഒരു പാവൻ ചിന്നാണ്. നിങ്ങൾ ബേജാറാവില്ലേ, വെറുതെ ഒന്ന് കളറാക്കാൻ പറഞ്ഞല്ലേ. അങ്ങനെ ചോദിച്ചാ എനിക്കെന്നെ അറിയത്തില്ല. ഈ കാൽ എന്നെ കൊണ്ടങ്ങ് പോവാ, ആദ്യം കയറി ഞാനും അങ്ങ് പോവാ. പെട്ടെന്നാണ് ഇത് കണ്ടുകൊണ്ടിരിക്കുമ്പോൾ ടിൻഡുമോൻ ഒരു ഉറുമ്പ് കടിച്ചത്. അപ്പോൾ ടിൻഡുമോന് ഇങ്ങനെ ആലോചിച്ചു, ഓരോ തരക്കാരെ ഉറുമ്പ് കടിച്ചാലോ ഒന്ന്. ഉദാഹരണത്തിന് മലയാളിയെ ഉറുമ്പ് കടിച്ചാൽ എങ്ങനെ ഉണ്ടാവുന്ന ടിൻഡുമോനൊന്ന് ഇമാജിൻ ചെയ്ത് നോക്കി. ഏയ് എന്താ ഇത് ഉറുമ്പോ? ഇതൊരു ഇംഗ്ലീഷുകാരനെ കടിക്കുകയാണെങ്കിൽ കുറച്ച് വ്യത്യസ്തത കാണാം നമുക്ക്. ഹായ്, ഹൗ സ്വീറ്റ് യു. ഇതന്നെ ഒരു തമിഴനെ കടിച്ചു കഴിഞ്ഞാൽ കുറച്ചുകൂടി വ്യത്യസ്തമായിരിക്കും. എന്നടാ പൊറുക്കി. ഇതൊരു ഹിന്ദിക്കാരനെ കടിച്ചു കഴിഞ്ഞാൽ വേറൊരു ലെവലായിരിക്കും. സാലെ കുത്ത. ഇതൊരു ആദിവാസീനെ കടിച്ചു കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. ഇത് നടൻ പ്രകാശ് രാജിനെ കടിക്കായിരുന്നെങ്കിൽ അദ്ദേഹം വേറൊരു ലെവലായിരിക്കും പെരുമാറാം. எம்ஜிஆர் பார்த்திருக்க, சிரஞ்சீவி பார்த்திருக்க, இந்த மாதிரி நான் பார்க்கவே முடியாது. சல்லா, ஐ லவ் யூ டா கண்ணே. താങ്ക് യു. മാന്യ സദസ്സിനെ വന്ദനം. എൻ്റെ മിമിക്രി സ്പോൺസർ ചെയ്യുന്നത് എയർടെൽ. ആദ്യം തന്നെ ഒരു ഇംഗ്ലീഷ് പടത്തിന്റെ ട്രെയിലറോടുകൂടി നമുക്ക് ആരംഭിക്കാം. Who are you? I am Superman. Please open the door. Was it a fun sting gamble? Was it a fun sting gamble? Was it a fun mama? Coming soon, the Tiger Vision. ഒഴിവ് ദിവസം കിട്ടിയപ്പോൾ ഞാൻ ചില മിമിക്രികൾ ചെയ്തു നോക്കി. ഒരമ്മയുടെ താരാട്ടും കുട്ടിയുടെ കരച്ചിലും. വോൾട്ടേജ് ഇല്ലാത്ത ഡ്രില്ലിംഗ് മെഷീൻ. മൈക്കിൾ ജാക്സന്റെ വീട്ടിലെ പട്ടി.
ഒരു DJ ട്രെയിൻ. ഒരു കല്യാണ കച്ചേരി. പിന്നീട് ഞാൻ ചില ഡബ്സ് മാച്ചുകൾ ചെയ്തു നോക്കി. ദുൽഖർ സൽമാൻ. ഉപ്പുപ്പ നിങ്ങൾക്ക് സിസ്റ്റർ കമ്പലേച്ചു. മൈ ക്വസ്റ്റൻ ഈസ് വാട്ട് യു വാണ്ട്? എനിക്ക് നിന്റെ പിന്നാലെ നടക്കാനല്ല, നിന്റെ ഒപ്പം നടക്കാനാണ് ഇഷ്ടം. ബാംഗ്ലൂർ പോകാം, ബസ് ടിക്കറ്റ് എടുത്താൽ മതി. അതിനിപ്പോൾ കല്യാണം കേൾക്കേണ്ട ആവശ്യമൊന്നുമില്ല. ബാബുരാജ്. സാറ് ഇതെന്ത് പണിയാ കാണിച്ചേ? സാറ് കഴിഞ്ഞ ആഴ്ച വരാന്ന് പറഞ്ഞ് ഞാൻ ഇവിടെ ഒക്കെ ഉണ്ടാക്കി വെച്ചു. എന്നിട്ടെന്താ അതൊക്കെ ഞാൻ തന്നെ തീർത്തു. അല്ലേലും കുടിയന്മാർക്ക് ഇവിടെ ചോദിക്കാനും പറയാനും അറിയില്ലല്ല. എന്താണ് വന്നി പോണ ഒരു രാധാസ്. പൃഥ്വിരാജ്. സാഹിബ് ഉണ്ടാക്കിയതൊന്നും ഈ മൊയ്തീന് വേണ്ട. വെല്ലുംപ്ര കൊട്ടാരത്തിലെ മണ്ണോ പൊന്നോ ഞാൻ ആഗ്രഹിച്ചിട്ടില്ല. പക്ഷെങ്കിൽ ഞാൻ ജീവനോടുണ്ടെങ്കിൽ നിങ്ങളുടെ മയ്യത്ത് കെട്ടിൻ്റെ ഒരറ്റം എൻ്റെ തൊളത്തായിരിക്കും. കാരണം മൊയ്തീൻ ബാപ്പ എന്നൊരാളെ വിളിച്ചിട്ടുള്ളൂ. സൂപ്പർ സ്റ്റാർ സന്തോഷ് പണ്ഡിറ്റ്. മായാവി ഡാഗിനി ലവ്വാടി പോരാടി. പാട്ട് പാടുന്നവർക്ക് ഭ്രാന്തന്മാരാണെങ്കിൽ ആദ്യം ശ്വാസനം പിടിച്ച് നടത്തണം. ഞാൻ ഇനി പാടും, അല്ലെങ്കിൽ പണി പാളും. സിനിമാ നടി കൽപ്പന. അയ്യോ എന്റെ പൊന്നു തമ്പുരാനെ, ഇടത് നടി കാണിക്കുന്നു. എന്തെങ്കിലും പേര് കയറി വലിച്ച് കയറുന്ന ആരെങ്കിലും ഓടി വായോ, ഇടത് നടി കാണിക്കുന്നു. നിനക്ക് ഇല്ലടാ പെയ്യന്മാരും. ചില രാഷ്ട്രീയ നേതാക്കളെയും പരീക്ഷിച്ചു. കുഞ്ഞാലിക്കുട്ടി. ഓരോ കുഴപ്പമില്ല, ഞാൻ പറഞ്ഞില്ലേ ഏമാര് വേലപ്പാമ്പെന്നും കാണിച്ച് നമ്മളെ പേടിപ്പിക്കാൻ നിങ്ങളാരും വിചാരിക്കണ്ട. അത് നടക്കാൻ പോണില്ല, ഒരു കുഴപ്പമില്ല. ഞാൻ TV ഓൺ ചെയ്തു. അതിൽ കണ്ട കൃഷിഭവന്റെ ഒരു പരസ്യം. ഗോപാല, നീ അറിഞ്ഞില്ലേ, നമ്മുടെ ഗവൺമെന്റ് എല്ലാ കൃഷിക്കാർക്കും വേണ്ടി കാർഷിക വളങ്ങളും വിത്തുകളും നൽകുന്നുണ്ടല്ലോ. അതെയോ? അപ്പോ സുരേഷ്, അതിനൊക്കെ ഒരുപാട് വിലയാവില്ലേ? ഗോപാല, അതിനോ ഇത് തികച്ചും സൗജന്യമാണ്. സഫാരി ചാനലിട്ടു സഞ്ചാരം എന്ന പ്രോഗ്രാം. മീസപ്പൊട്ടോമയുടെ തലസ്ഥാനമായ ഉസ്ബെക്കിസ്ഥാനിലൂടെ നടന്നു നീങ്ങുമ്പോഴാണ് അമ്പരചുംബികളായ കാഴ്ചകൾ എൻ്റെ ഹൃദയത്തെ ഹഠാത് ആകർഷിച്ചത്. ഞങ്ങളുടെ ഡ്രൈവർ ഫ്രെഡി ആളൊരു രസികനായിരുന്നു. ഒരു പാണ്ഡിമേളത്തോടു കൂടി ഞാൻ എൻ്റെ മിമിക്രി അവസാനിപ്പിക്കാം.